ശ്രീ വസന്ത് സിറിയൻ, അയ്യോ അവരല്ലേ ഒപ്പിട്ടത്, ഞങ്ങളല്ലല്ലോ, ഇതല്ലാതെ പുതിയ ക്യാപ്സ്യൂൾ വല്ലതുണ്ടോ? വി ആർ അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. പണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട്, 35 സീറ്റ് മതി ഞങ്ങൾക്ക് കേരളം ഭരിക്കാനെന്ന്. 30 വേണ്ട, വെറും 3 മതിയെന്ന് 3 മാസത്തിനുള്ളിൽ തെളിയുന്നു. വാദങ്ങളെല്ലാം പൊളിഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം വിസ്മയം കാണാൻ കഴിയും. LDF സർക്കാരിന്റെ കാലത്ത് ധാരണാപത്രം ഒപ്പിട്ട പദ്ധതി തുടർ നടപടിയെടുക്കാതെ മരവിപ്പിച്ച നിലയിലായിരുന്നു. പദ്ധതി നടപ്പാക്കുന്നതിനായി കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് UDF യോഗം ചേർന്നപ്പോഴാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും തൊലി കാണ്ടാമൃഗത്തിൻ്റെയാണോ മൂരിയുടേതാണോ? ഇങ്ങനെ ചോദിക്കാൻ കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിരുന്ന് ഇവർ നടത്തിയ അതേ കാര്യങ്ങൾ ഭരണപക്ഷത്ത് വരുമ്പോൾ ന്യായീകരിക്കേണ്ടി വരുന്ന ഇവരുടെ അവസ്ഥ ഓർത്തിട്ടാണ്. പണ്ടൊരു മഹാൻ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ PM ശ്രീ പദ്ധതി കടലിൽ എറിയുമെന്ന്. പക്ഷേ എറിഞ്ഞതോ ആ പറഞ്ഞവന്റെ നിലപാടിനെ. വെറും 3 MLA കൊണ്ട് BJP കോൺഗ്രസ് മുഖേന കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോൺഗ്രസുകാരോടാണ്, നിങ്ങളുടെ നേതാക്കളുടെ നിലപാടിനെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ RSS അജണ്ട അവർ ഇവിടെ നടപ്പാക്കും. അങ്ങനെ സംഭവിച്ചാൽ ജനങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോടും PM ഷാജിനോടും പറയാനുള്ളത് ഇത്രമാത്രം: ലേശം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തുപോടേ.